കെമിക്കൽ എഞ്ചിനീയറിംഗ് എല്ലായ്പ്പോഴും ഏകദേശം ഒരേപോലെ ഡിമാൻഡുള്ള. കോർ എഞ്ചിനീയറിംഗിൽ പെടില്ല. കോർ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിലാണ്. ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറേ കാലം മുമ്പ് തുടങ്ങിയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ആണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. ഇപ്പം ഇലക്ട്രോണിക്സും കെമിക്കൽ എഞ്ചിനീയറിംഗും കമ്പൈൻഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന മീറ്ററുകളൊക്കെ ഇല്ലേ, അത്തരം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്തിലാണ് താല്പര്യം, എന്താണ് സ്പെഷ്യലൈസേഷൻ എന്നൊക്കെ അനുസരിച്ചിട്ടാണ്. ബ്ലഡ് ആണ് കെമിസ്ട്രി, ബ്ലഡിന്റെ കെമിസ്ട്രി, ബ്ലഡിന്റെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അല്ലല്ലോ, മെഡിക്കൽ സയൻസിലെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് കംപ്ലീറ്റ് ഫ്ലൂയിഡ് അല്ലേ, ആ ഫ്ലൂയിഡ് ഫുൾ കെമിസ്ട്രി അല്ലേ. ബ്ലഡ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി അല്ലേ. ഏത് അസുഖം വന്നാലും ആദ്യം ചെക്ക് ചെയ്യുന്നത് ബ്ലഡിന്റെ കെമിസ്ട്രി അല്ലേ, അല്ലേ? ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗിൽ കെമിസ്ട്രി ഇല്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളത്? എല്ലാ കെമിസ്ട്രിയും കുറെ മുകളിലെത്തുമ്പോഴത്തേക്കും അതൊക്കെ ഫിസിക്സും മാത്സും ആയിട്ട് മാറും. എന്റെ സബ്ജക്ട് മാത്തമാറ്റിക്സ് ആണ്. ഞാൻ PhD ചെയ്തത് ഫ്ലൂയിഡ് മെക്കാനിക്സിലാണ്. എൻ്റെ ആദ്യത്തെ പേപ്പർ പബ്ലിഷ് ചെയ്തത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ജേണലിലാണ്. അപ്പൊ കെമിസ്ട്രിയും മാത്സും ഫിസിക്സും ഒക്കെ 12ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ സെപ്പറേറ്റ് ചാപ്റ്ററിലാണ് പഠിക്കുക. അത് കഴിയുന്ന സമയത്ത് ബയോളജി പഠിക്കുന്ന ആളും കെമിസ്ട്രി പഠിക്കണം. ബ്ലഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് കെമിസ്ട്രി ആണ്. പക്ഷെ ബ്ലഡിന്റെ ഫ്ലോ ഇല്ലാണ്ട് ബ്ലഡ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ആ ബ്ലഡ് ഫ്ലോ പഠിക്കുന്നത് കംപ്ലീറ്റ് ഫിസിക്സ് ആണ്. ബ്ലഡിന്റെ ഫ്ലോയിൽ എവിടെയെങ്കിലും തകരാറുണ്ടെങ്കിൽ ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കെമിസ്ട്രിയിലാണ് ടെസ്റ്റ് ചെയ്യുക. അത് ഫിസിക്സ് വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് പ്രഷർ. അത് കെമിസ്ട്രി വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഹീമോഗ്ലോബിനും മറ്റു കാര്യങ്ങളൊക്കെ. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു ടൈം ലൈൻ വെച്ചിട്ട് അതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അത് ഫുൾ മാത്തമാറ്റിക്സ് ആയി. ഇതിൽ എവിടെയാ മാത്സ്, എവിടെയാ ഫിസിക്സ്, എവിടെയാ കെമിസ്ട്രി എന്നർക്കും പറയാൻ പറ്റുമോ? അപ്പൊ ഇതിന്റെ ബേസിക് റീസൺ, നമുക്ക് ഒരു അണ്ടർ ദ എർത്ത് ഓയിലുണ്ട്. ഓയിലിനെ മുകളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് കാപ്പില്ലറി മോഷൻ എടുത്തിട്ടാണ് ചെയ്യുക. ആ കാപ്പില്ലറി മോഷൻ എന്ന് പറയുന്നത് ഫിസിക്സ് ആണോ എന്ന് ചോദിച്ചാൽ ഫിസിക്സ് ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് ആ ഫ്ലൂയിഡ് ഒരു ട്യൂബ് ഇടുന്ന സമയത്ത് മുകളിലേക്ക് പ്രഷറോട് കൂടി വരുന്നത്? അതിൻ്റെ കെമിക്കൽ സ്റ്റഡിയാണ് നമ്മുടെ റിഫൈനറിയിലൊക്കെ ഉപയോഗിക്കുന്ന കെമിസ്ട്രി. അതിനെ റിഫൈൻ ചെയ്തിട്ടാണ് സാധാരണ ഓയിലിനെ നമ്മൾ റിഫൈൻ ചെയ്തിട്ടാണ് ഓയിലാക്കുക. ക്രൂഡ് ഓയിലിനെ നോർമൽ ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുക. ആ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന ടാറ് പോലെയുള്ള ഹൈലി വിസ്കസ് ആയിട്ടുള്ള സാധനത്തിനെ നമ്മുടെ പെട്രോളും ഡീസലും കെറസിനും സ്പിരിറ്റും ഒക്കെയായി വ്യത്യസ്തമായി തരംതിരിച്ച് അതിൽ നിന്ന് സൾഫർ മാറ്റിയെടുത്ത് സൾഫറാക്കി മാറ്റുന്നത് കെമിസ്ട്രി ആണോ അല്ലയോ? പക്ഷെ അതിന്റെ ഫിസിക്സ് അറിഞ്ഞാലേ കെമിസ്ട്രി ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. എത്ര പ്രശ്നം ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ ഇതൊക്കെ കമ്പൈൻഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. കെമിസ്ട്രി ഇല്ലാന്ന് ഏതോ കെമിസ്ട്രി ടീച്ചറോ മാത്സ് ടീച്ചറോ പറഞ്ഞിട്ട് കോട്ട് ചെയ്യല്ലേ. ഏത് എഞ്ചിനീയറിംഗ് പഠിച്ചാലും കോഡിങ് വേണം. കേരളത്തിലുള്ള കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ള ഒരു കോളേജ് എന്ന് പറയുന്നത് GEC ആണ്. അവിടെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ട് ഉള്ളത് GECയിലാണ്. അപ്പം അത് നല്ലൊരു കോഴ്സാണ്, ധൈര്യത്തിൽ പോവാം. അതുകൊണ്ടാണ് മോൾ എഴുതിയ സമയത്ത് ഓക്കെ GEC എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ന് പറഞ്ഞ് അടിച്ചത്. അതിൽ നോക്കേണ്ട കാര്യമില്ല, കാരണം വേറൊരു കോളേജ് കേരളത്തിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിന് ഇല്ല. ദാറ്റ് ഈസ് ദ കോളേജ്. ഇപ്പൊ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് മോക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റില്ലേ? അങ്ങനെയാണെങ്കിൽ അതാണ് ഓപ്റ്റ് ചെയ്യേണ്ടത്. അതിന് പിന്നെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പോൾ ഏത് കാര്യങ്ങളും നമ്മൾ റിഗ്രറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും.
അതെപ്പോഴാണ് റിഗ്രറ്റ് ചെയ്യാന്നറിയോ? പഠിക്കാതിരിക്കും. ആ ഞാൻ ഇപ്പം ചെയ്യണ സംഭവം മോശാന്ന് തോന്നുമ്പോൾ അയ്യോ ഇത് വേണ്ടായിരുന്നു എന്ന് എപ്പോഴും തോന്നും. ഇപ്പം നമുക്ക് നല്ലൊരു ജോലി കിട്ടി, ഇപ്പം റിഫൈനറിയിൽ ജോലി കിട്ടിയാൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള കെമിസ്റ്റിൻ്റെ ജോലി കണ്ടാലുണ്ടല്ലോ, ഞാനൊക്കെ റിഫൈനറി പോയി കണ്ടിട്ടുണ്ട്, കൂടെ ഇരുന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. കാരണം ഓരോ ക്രൂഡ് ഓയിലിൻ്റെയും പാരാമീറ്റേഴ്സ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ കാണും. അതിൻ്റെ ഓരോ പാരാമീറ്ററും നമ്മുടെ ശരീരം, ഒരു ബ്ലഡിലെ കുറേ പാരാമീറ്ററുകൾ നമ്മളെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡോക്ടർ ഇമ്മീഡിയറ്റ് ഇഞ്ചക്ഷൻ കൊടുത്തില്ലെങ്കിൽ ആ രോഗി മരിക്കുന്നൊരവസ്ഥ ഉണ്ടാവുന്നതായിരിക്കും. ഈ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾ കറക്റ്റായിട്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്യാനുള്ള കെമിസ്ട്രി ഇന്ന പെർസെൻറ്റേജിൽ ഇത്ര ആഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിൽ കുറച്ച് മാറിക്കഴിഞ്ഞാൽ ഈ ടാർ കംപ്ലീറ്റ് സോളിഡ് ആയിട്ട് ഫ്ലോ ഫുൾ നിൽക്കും. ചിലപ്പോൾ അതിൽ മാറ്റിപ്പോയി കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റുകൾക്കൊന്നും അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവില്ല. ഇതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ഒരാൾ കണ്ണ് ചിമ്മാതെ ഇങ്ങനെ നോക്കണം മോണിറ്ററിൽ സ്ഥിരമായിട്ട്. ആ പണിയൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ഭഗവാന് ജീവിതത്തിൽ ഒരിക്കലും കെമിക്കൽ എഞ്ചിനീയർ ആവേണ്ട ആരും പോരുത്. പക്ഷെ അയാൾ എൻജോയ് ചെയ്യേണ്ടത്. ഒരു ഡോക്ടർക്കും അതേ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഒരു ഡോക്ടർ സർജറിയുടെ റൂമിൽ കയറി കഴിഞ്ഞാൽ 6 മണിക്കൂർ ആ പണി ചെയ്യണ്ടേ? അതിനിടയിൽ റെസ്റ്റ് എടുക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഓരോ ജോലിക്കും നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ജോബ് വളരെ നന്നായിരിക്കും. ഏത് എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾക്കും മാസ്റ്റേഴ്സിന് ഇന്ത്യയിലല്ല എബ്രോഡിൽ എവിടെയെങ്കിലും മാസ്റ്റേഴ്സിന് പോകണമെന്ന് വിചാരിക്കുക. അത് എന്താണ് നിങ്ങൾ പഠിച്ചത്, ഏത് വിഷയമാണ് പഠിച്ചതെന്ന് ഒരാളും ചോദിക്കില്ല. നമ്പർ 1. നമ്പർ 2, ഈ ഏതെങ്കിലും ഒരു കോഴ്സുകൾക്ക് എബ്രോഡിൽ MS കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ മേടിക്കുമ്പോൾ നമുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. പഠിച്ച വിഷയം അതുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റാത്തൊരു വിഷയമാണെങ്കിൽ അവരൊരു ബ്രിഡ്ജ് കോഴ്സ് അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ എഴുതണം, പാച്ച്. അത് എഴുതി കഴിഞ്ഞാൽ ദേ വിൽ ടേക്ക് യു ഇൻ ടു അഡ്മിഷൻ. അത് ഇന്ത്യയിൽ അത്ര ബാധകമല്ല, പക്ഷേ എബ്രോഡിൽ പറ്റും. കാരണം നമ്മളൊരു എഞ്ചിനീയർ എടുക്കുന്നത് അയാൾക്ക് പ്രോഗ്രാമിംഗ് അറിയോ, ഞാൻ ചെയ്യുന്ന പ്രോബ്ലംസ് ചെയ്യാൻ കഴിവുണ്ടോ എന്നൊന്നും നോക്കിയിട്ടല്ല റിക്രൂട്ട് ചെയ്യുക. അയാൾക്ക് ബേസിക്കലായിട്ടുള്ള ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ലാംഗ്വേജ് സ്കിൽ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, ഫാസ്റ്റായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു നാക്കുണ്ടോ, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ പിക്കപ്പ് ചെയ്ത ഒരു 3 മാസം പ്രോഗ്രാമിംഗ് പഠിച്ച പ്രോഗ്രാമിംഗ് നമുക്ക് അയാളെ എടുക്കാൻ പറ്റും. ഒരിക്കലും ഈ ഇൻഫോസിസിൽ എടുക്കുന്ന ഒരു എഞ്ചിനീയേഴ്സിനും ഡയറക്റ്റ് നാളെ മുതൽ ജോലിക്ക് വിടാറില്ല. 6 മാസം അവരെ മൈസൂർ കൊണ്ടിട്ടിട്ട് ട്രെയിൻ ചെയ്യും. ആ ട്രെയിൻ ചെയ്യുമ്പോൾ ഈ പറയുന്ന എല്ലാ ട്രെയിനിങ്ങും അതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാറുണ്ട്. ഈ ഉള്ള ലോജിക്കൽ റീസണിങ് പോരാ, അങ്ങനെയുള്ള കുട്ടികളൊന്നും എവിടെയും കിട്ടില്ല. അപ്പോൾ പിന്നെയും അവരെ ട്രെയിൻ ചെയ്ത് കുറച്ചും കൂടി ലോജിക്കൽ റീസണിങ്, അനാലിറ്റിക്കൽ സ്കില്ലൊക്കെ ഉണ്ടാക്കിയെടുക്കും. പിന്നെ ക്ലയന്റുകളോട് സംസാരിക്കാനുള്ള ഒരു കഴിവ്, അതൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അവരുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യണം. അതുകൊണ്ട് ഓരോ കമ്പനിയും അവരുടെ ആവശ്യമായിട്ടുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യും. പക്ഷെ ഒരു ബേസിക് ആയിട്ടുള്ള നമുക്കൊരു ലൈക്കിംഗ് ഉണ്ടല്ലോ, അതുണ്ടെങ്കിലേ ആ ജോലിയിൽ നമുക്കിപ്പം കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് ഒരു കുട്ടി വിളിച്ചത് BCA കഴിഞ്ഞു, MCA കഴിഞ്ഞു, കമ്പ്യൂട്ടറിലാണ് ജോലി ചെയ്യുന്നത്, പക്ഷെ ബോറടിക്കണു, എനിക്ക് മതിയായി, എങ്ങനെയും കൂടെ രക്ഷപ്പെടണം, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത്. അങ്ങനെ ഉണ്ടാവും. അത് എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് MTech കഴിഞ്ഞ് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് പിന്നെ പ്രോഗ്രാമിംഗ് ചെയ്യുന്നൊരു കുട്ടിയോട് ചോദിച്ചാലും അവരിതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ പക്കോട ഉണ്ടാക്കിയിട്ട് വിൽക്കാനാണ് ഇഷ്ടം, സമോസ ഉണ്ടാക്കിയിട്ടുള്ള കട നടത്തുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ പഠിച്ചതും നമ്മൾ ചെയ്യുന്ന ജോലിയുടെ പാഷനും തമ്മിൽ, ഇപ്പം ഞാൻ ആദ്യമായിട്ട് കുറേ പ്രോഗ്രാമിങ് ഫോർട്രാൻ 77, C, പാസ്കൽ, .NET എല്ലാം ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതൊക്കെ വിട്ടിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇതല്ലേ ചെയ്യണത്. അത് കഴിഞ്ഞിപ്പോൾ പിള്ളേരെ പഠിപ്പിക്കണു. നമുക്ക് പാഷൻ എന്താണ് അത് ചെയ്യണം, അതിന് ഇന്നതാണ് കേപ്പബിലിറ്റി എന്നുള്ള ആ ചെയ്യുന്ന ജോബല്ല ആ സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ ചെയ്യുന്ന പരിപാടികളും.
പക്ഷെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്താൽ എസ്യൂം ദാറ്റ് എൻ്റെ നല്ല കെമിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ കുട്ടികൾ ബിടെക് കഴിഞ്ഞിട്ട് 2 കൊല്ലം എംടെക് പഠിക്കാതെ നേരെ PhD പോയിട്ട് IIT പോയി കെമിക്കൽ എഞ്ചിനീയറിങ്ങിൽ PhD എടുത്ത് നല്ല ലാബുകളിൽ ഹയസ്റ്റ് സാലറികളിൽ ജോലി, പാരലലി 2-3 യൂണിവേഴ്സിറ്റികളിൽ വിസിറ്റിംഗ് പ്രൊഫസർ, എബ്രോഡിൽ പിന്നെ പോസ്റ്റ് ഡോക്ടറിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻസ് ആയി കിടക്കുന്നുണ്ട്. PhD തീസിസ് എഴുതിക്കൊണ്ടിരിക്കണം, അടുത്ത മാസം ആകുമ്പോഴേ സബ്മിറ്റ് ചെയ്യും. അതിന് മുമ്പ് തന്നെ ഈ ഓഫറൊക്കെ ഉണ്ട് കയ്യിൽ. അത് പഠിച്ചത് NIT-യിലാണ്, പക്ഷെ അത് കഴിഞ്ഞിട്ട് PhD പോയത് IIT കാൺപൂരാണ്. IIT കാൺപൂർ ഡോക്ടർ TPS നടിച്ചാൽ കാണാം. ഞാൻ അവരെ കാണാൻ വേണ്ടി അവിടെ പോയിട്ടുണ്ട്. IIT-യിൽ അവർ പഠിക്കുന്നു. അവരെ എൻ്റെ കുട്ടികളായതുകൊണ്ട് അവരവിടെ പോകണം കാണണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ പോയ സമയത്ത് ഞാൻ അങ്ങോട്ട് പോയി, ലക്നൗവിൽ പോയ സമയത്ത്. ഇപ്പം നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ നല്ല പ്രോജക്റ്റുകളൊക്കെ കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. ആ പ്രോജക്റ്റ് കിട്ടുമ്പോഴാണ് PhD-ക്കൊക്കെ ആൾക്കാർ എടുക്കാൻ പറ്റുക. അപ്പം ഞാൻ IIT കാൺപൂരിൽ പോയ സമയത്ത് പയ്യന്നൂരുള്ള ഞാൻ പയ്യന്നൂരാണ് പഠിച്ചതൊക്കെ. പയ്യന്നൂർ കോളേജിലുള്ള എൻ്റെ മാഷിൻ്റെ സ്റ്റുഡൻറ്റ് അവിടെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പോയ സമയത്ത് അദ്ദേഹത്തെ കണ്ടത് ഞാനവിടെ. അപ്പോൾ കെമിക്കൽ എഞ്ചിനീയറിങ്ങിലും സ്കോപ്പ് ഉണ്ട്. അത് അവിടെ PhD ചെയ്യുന്നവരും അപ്പം പറയുന്നുണ്ടായിരുന്നു, ഐ തിങ്ക് ഐ ഹാവ് ടു ലീവ് ദിസ് ആൻഡ് ഗോ ഫോർ കമ്പ്യൂട്ടർ സയൻസിൽ പോകാൻ പ്ലാൻ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട്. പക്ഷെ ആ ഒരു കണ്ടിന്യൂറ്റിയിൽ പഠിച്ചാലേ കമ്പ്യൂട്ടർ സയൻസ് എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. പക്ഷെ നമ്മൾ PhD ചെയ്യണമെന്ന് വിചാരിച്ചാൽ ബിടെക് കഴിഞ്ഞ് MTech കഴിഞ്ഞ് PhD ചെയ്യുമ്പോൾ ആ ക്യൂലേ അതങ്ങോട്ട് പോവുള്ളൂ. ഒരു പ്രാവശ്യം വിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. അതാണ് ഒരു ബുദ്ധിമുട്ട്. എല്ലാ കോർ വിഷയങ്ങളിലും പഠിക്കുന്ന എഞ്ചിനീയറിങ്ങിൻ്റെ ഡീപ്പ് നോളജാണ് ഗേറ്റിന് ടെസ്റ്റ് ചെയ്യുക. ഡെപ്തിൽ അറിയണം. ആ ഡെപ്ത് എന്ന് പറയുന്നത് നല്ലപോലെ ചെയ്യേണ്ടത്. ഇപ്പം ഗേറ്റ് കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ സിലബസും ഗൈഡുകളും ഒക്കെ ഓൺലൈൻ അവൈലബിൾ ആണ്. ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് കീപ് ഇറ്റ് വിത്ത് യു ആൻഡ് ദെൻ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫ്രം നൗ. ഒരു 60% കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയിരിക്കും കെമിക്കൽ എഞ്ചിനീയർമാർക്ക്. ബാക്കി 40% വരുന്നത് ജനറൽ ആയിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള എബിലിറ്റീസ്, അരിത്തമാറ്റിക്കൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, ഇംഗ്ലീഷ്, ഇതൊക്കെ കോമൺ ആണ് എല്ലാത്തിനും. അതേ സബ്ജക്റ്റ് തന്നെയാണ് GRE, ഗ്രാജുവേറ്റ് റെക്കോർഡ് എക്സാം. എബ്രോഡിൽ മാസ്റ്റേഴ്സിന് പോകണമെങ്കിൽ GRE പാസ്സാവണം. GRE അതുപോലെയാണ്. ഇനി അതേപോലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് MBA ചെയ്താൽ മതിയാണെങ്കിൽ എഴുതുന്ന എക്സാമാണ് CAT-ഉം GMAT-ഉം ഒക്കെ. അത് CAT ഇന്ത്യയിൽ, GMAT എബ്രോഡിൽ. അപ്പോൾ GMAT എഴുതുന്ന സമയത്തും അതിലും 40% ഇതും ബാക്കി 60% ജനറൽ ആയിട്ടുള്ള ആ വിഷയത്തിലുള്ള കോർ സബ്ജക്റ്റുകളാണ്. IELTS എക്സാമിനേഷൻ പാസ്സായാൽ ഇംഗ്ലീഷ് വൊക്കാബുലറിയും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും, സ്പീഡ് ഓഫ് ഇംഗ്ലീഷ്, ആപ്റ്റ് വേർഡ്സ്, അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടി. ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ഇംഗ്ലീഷ് അല്ല. MNC കമ്പനികളിലും ഒക്കെ അവരുടെ ഇംഗ്ലീഷ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ടെസ്റ്റ് അല്ലെങ്കിൽ IELTS-ൻ്റെ എക്സാമിനേഷൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ ഇംഗ്ലീഷ് അല്ല. അതിൽ നമുക്കുള്ള ഒരു എക്സ്ട്രാ എബിലിറ്റി എന്ന് പറയുന്നത് ഉപയോഗിക്കേണ്ട വാക്കുകൾ കൃത്യസ്ഥലത്ത് കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള കഴിവ്. അത് ഒരു പാരഗ്രാഫ് വായിച്ചാൽ അതിൻ്റെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റുമോ ആ പാരഗ്രാഫിൻ്റെ നമ്മൾ പണ്ട് പാരഗ്രാഫ് നോക്കിയിട്ട് അതിനകത്തൊരു ഹെഡിങ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ഉണ്ടാവാറുണ്ട്. പാരഫ്രൈസിങ് എന്ന് പറയുന്നൊരു പരിപാടി. ആ പാരഫ്രൈസിങ്ങിൽ കുറേ ചോദ്യം ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരം പറയണം. പക്ഷെ അത് നമുക്കൊരു പാരഗ്രാഫ് വായിക്കുമ്പോൾ അതിൻ്റെ കണ്ടന്റ് ശരിക്കും മനസ്സിലാക്കാനുള്ള കഴിവ് ടെസ്റ്റ് ചെയ്യാനാണ്. അതല്ലാതെ ഈ ചോദ്യങ്ങൾ അതിനകത്തുണ്ടോ നോക്കിയിട്ട് അതിനകത്ത് ആൻസർ എഴുതുന്ന കുറേ മണ്ടന്മാരുണ്ട്. ഞാനൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണ് ചെയ്തത്. കാരണം അത് എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ് അത് പഠിക്കേണ്ടതെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. സ്കൂളിൽ അത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അരമണിക്കൂർ കിട്ടുമായിരിക്കും. പക്ഷേ കോമ്പറ്റീറ്റീവ് എക്സാംസിൽ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സമയം വളരെ തുച്ഛമാണ്.
അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ടാവണം, ഫാസ്റ്റായിട്ട് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ്. അത് തന്നെയാണ് സിവിൽ സർവീസിനും. ആ സിവിൽ സർവീസിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഇംഗ്ലീഷാണ് തന്നെയാണ്, 10ാം ക്ലാസ് വരെ പഠിച്ച ഇംഗ്ലീഷ് തന്നെയാണ്. പക്ഷേ അത് എത്ര ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ഓക്കെ അതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഡോണ്ട് വെറി അബൌട്ട് പ്ലേസ്മെൻറ്റ്സ്. നല്ല പോലെ പഠിക്കുന്ന കുട്ടികൾക്ക്, ഒരാളും റിസർച്ചിന് വേണ്ടിയിട്ട് PhDക്ക് വേണ്ടിയിട്ട് കുട്ടികളെ തപ്പിയിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ പോകാറില്ല, ഉണ്ടോ? ഇല്ല. നല്ല പോലെ മെറിറ്റുള്ള കുട്ടികളാണെങ്കിൽ ബിടെക് ചെയ്യുമ്പോൾ തന്നെ കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്ത് 1-2 ഗവേഷണങ്ങളൊക്കെ പറ്റുന്ന സബ്ജക്റ്റുകളൊക്കെ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. എന്നാണ് ഞാൻ പറഞ്ഞത്. MTechന് പോവാതെ ബിടെക് കഴിഞ്ഞിട്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നേരെ PhDക്ക് പോയ കുട്ടികളുണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ താല്പര്യം ഉണ്ടാവുമ്പോൾ, അങ്ങനെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് പഠിക്കുന്നൊരു കുട്ടി, ദേ വിൽ നോട്ട് തിങ്ക് അബൌട്ട് ദീസ് പ്ലേസ്മെൻറ്റ്സ്. ഞാൻ എല്ലാവരോടും പറയാറുള്ളതാണ്, ഒരിക്കലും ISRO, ഞങ്ങൾക്ക് കെമിക്കൽ എഞ്ചിനീയേഴ്സിനെ വേണം. കാരണം എല്ലാ ഇൻസുലേറ്റേഴ്സും പോളിമർ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് തന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. പോളിമർ ഇല്ലാണ്ട് നമ്മൾ അപ്പോൾ അതിന് നമ്മൾ ഒരിക്കലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്ത് പിടിക്കാറില്ല. ഒരിക്കലും ഡിഫൻസുകാരെ പിന്നെ IASകാരെ പിടിക്കാൻ വേണ്ടിയിട്ട് IASൽ ജോബ് വേണം എന്ന് പറഞ്ഞ് അവർ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുമോ? അപ്പോൾ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഈസ് എ ലോ ലെവൽ ഇവാലുവേഷൻ ഓഫ് എനി കോളേജ്. അത് നോക്കിയിട്ടല്ല എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ചേരാന്നാണ്. ഓക്കെ. ISRO ഇപ്പൊ മെൻഷൻ ചെയ്തല്ലോ, അപ്പം ISROനൊക്കെ കയറണമെങ്കിൽ നമ്മൾ ഏത് ഇയറിൽ തൊട്ട് അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാം? ലൈക് ബിടെക്കിൽ കയറിയതിനു ശേഷം നമ്മൾ അതിന് പ്രിപ്പറേഷൻ ഒന്നുമില്ല. നമ്മൾ സാധാരണ ഈ ഗേറ്റിന് ചോദിക്കുന്ന കോർ എഞ്ചിനീയറിംഗ് നോളജ് ഉണ്ടല്ലോ, അത് നോക്കിയിട്ടാണ് നമ്മൾ ആൾക്കാരെടുക്കുക. പിന്നെ ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് ഇപ്പം ഞാൻ മോളോട് ചോദിക്കും, എക്സാമിനേഷൻ സാധാരണ എഞ്ചിനീയറിംഗിന്റെ സെയിം സിലബസ് ആണ് വേണ്ടത്. ഗേറ്റ് എക്സാമിനേഷനും GRE എക്സാമിനേഷനും ഏത് എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ബേസിക്കലി വാട്ട് ദ ടെസ്റ്റ് ഈസ് വെദർ യു ഹാവ് ദ കോർ എഞ്ചിനീയറിംഗ് നോളജ്. അത് ഗേറ്റിന് ചെയ്യുന്ന അതേ എക്സാമിനേഷനാണ്. അതുകൊണ്ടാണ് പല ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് കമ്പനികളും ഗേറ്റ് സ്കോർ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂവിന് നേരിട്ട് വിളിക്കുക. മനസ്സിലായോ? അപ്പോൾ ഗേറ്റ് പാസ്സായിട്ട് നല്ല സ്കോർ ഉണ്ടെങ്കിൽ വി നോ ദാറ്റ് യെസ് യു ആർ എ ഗുഡ് സ്റ്റുഡൻറ്റ്. എന്തുകൊണ്ടാണ് മാർക്ക് വെച്ച് നോക്കാത്തത്? കാരണം ഇന്ത്യയിലുള്ള എല്ലാ എഞ്ചിനീയറിംഗ് കോളേജും ഒരേ സ്റ്റാൻഡേർഡിലല്ല മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു നാഷണൽ സ്റ്റാൻഡേർഡാണ് ഗേറ്റ്. ഇനി ഞാൻ സ്പെസിഫിക് ആയിട്ട് എൻ്റെ ഒരു സബ്ജക്റ്റിൽ നമുക്കൊരാളെ വേണം, അത് പോളിമറിലാണ് വേണ്ടത്. അപ്പം ഞാൻ എക്സാമിനേഷൻ നടത്തുമ്പോൾ പോളിമർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അതേ സമയത്ത് എനിക്ക് വേണ്ടത് ലിക്വിഡ് ഫ്യൂവൽ പിന്നെ കമ്പസ്റ്റൻ എഞ്ചിനിൽ ആവശ്യമുള്ള ഒരാളെയാണ് വേണ്ടതെന്ന് വിചാരിക്കും. ആ സമയത്ത് നമ്മൾ എക്സാം നടത്തുമ്പോൾ ആ സബ്ജക്റ്റാണ് നടത്തുക. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ നമ്മൾ ചോദിക്കും ഏതൊക്കെ പേപ്പറാണ് പഠിച്ചത്. അപ്പം ഞാൻ നോക്കും നിങ്ങൾക്ക് ഈ വിഷയത്തിനാണ് നിങ്ങൾ പറയുന്ന പേപ്പറിൻ്റെ പേര് അറിയുമ്പോഴേ എനിക്കറിയാം നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്നതാണ്. ആ അറിയുമ്പോൾ നമുക്കിപ്പോൾ ഏതൊക്കെയാണ് പഠിച്ചത് +2 എന്ന് ചോദിക്കുമ്പം ഒരാൾ കമ്പ്യൂട്ടർ സയൻസ്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം അയാൾക്ക് കമ്പ്യൂട്ടർ സയൻസാണ് ഇഷ്ടം. ഒരാൾ ആദ്യം മാത്സാണ് പറഞ്ഞതെന്ന് വിചാരിക്കും, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നാണ് പറഞ്ഞെങ്കിൽ അയാൾക്ക് മാത്സ് ആണ് ഇഷ്ടം. അതുപോലെ നമ്മളൊരു ചാപ്റ്റേഴ്സ് ഒരു 10-20 ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടാവും എഞ്ചിനീയറിംഗിൽ. ഫസ്റ്റ് ഇയറിൽ ഒരു 4 എണ്ണം, സെക്കൻഡ് ഇയറിൽ ഒരു 4 എണ്ണം, അങ്ങനെ എല്ലാം കൂടി സെമസ്റ്ററൊക്കെ കൂടുമ്പോൾ ഒരു 10-40 എണ്ണം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പറയാൻ പറയുമ്പോൾ ഈ എഞ്ചിനീയറിംഗിൽ പഠിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും നിങ്ങൾ ഓർക്കില്ലല്ലോ, ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ലേ ഓർക്കുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇയാളുടെ ഓറിയൻറ്റേഷൻ ഇന്ന സബ്ജക്റ്റുമായിട്ടാണ്. സോ ആർ യു ഫിറ്റ് ഫോർ ദാറ്റ്? അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഏത് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തും നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ അവിടെ എങ്ങനെ ഫിറ്റ് ആവും എന്നുള്ളത് മനസ്സിലാക്കി അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടത്. അവർക്കെന്താണോ ആവശ്യം അതാണ് നമ്മൾ ചെയ്യേണ്ടത്.
ഒരു ഹോട്ടലിലേക്ക് ജോലിക്ക് പോകുന്നു, നിങ്ങൾക്ക് എന്ത് ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിക്കുന്ന സമയത്ത് മട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും. ഞാൻ നടത്തുന്ന ഹോട്ടൽ വെജിറ്റേറിയൻ ഹോട്ടലാണെങ്കിലോ മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്ന ആളെ ഞാൻ അവിടെ അപ്പോയിന്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ വെജിറ്റബിൾ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തുണ്ടാക്കാനാണ് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ മസാല ദോശ എന്ന് പറയണം, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് പായസം ഉണ്ടാക്കും എന്ന് പറയണം, വേണ്ടേ? അപ്പോൾ അതാണ് എൻ്റെ കഴിവ്, അതാണ് ആവശ്യം. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഉണ്ടല്ലോ, ഈ ബേസിക് ആയിട്ട് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, എഞ്ചിനീയറിംഗ്, ഡ്രോയിങ് ഇതൊക്കെയാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിപ്പിക്കുക. ഇത് പിന്നെ പഠിക്കില്ലല്ലോ. ഇതും എഞ്ചിനീയറിംഗിന്റെ ഗേറ്റ് എക്സാമിനേഷന്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് മുതൽ അത് തീരുന്നത് വരെയുള്ള വിഷയങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് പഠിച്ചിട്ടുണ്ടോ എന്നാണ് ഗേറ്റ് എക്സാമിനേഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. സോ യു മസ്റ്റ് സ്റ്റാർട്ട് ഫ്രം ദ ഡേ, യു മസ്റ്റ് സ്റ്റാർട്ട് ഫ്രം ടുഡേ. എഞ്ചിനീയറിങ്ങിന് ചേരുന്നോ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചെയ്യേണ്ടത് ഉടനെ തന്നെ പോയിട്ട് മൂക്ക്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്, മൂക്ക് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് നടിക്കുക. അപ്പോൾ കുറേ കോഴ്സുകൾ കാണും, അതിനകത്ത് കുറേ ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സബ്ജക്റ്റ് മുതൽ എല്ലാം ഉണ്ടാവും. പിന്നെ സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങൾ ഫ്രീ ആയിട്ട് ഓൺലൈൻ പഠിക്കാൻ പറ്റും. അതൊക്കെ പഠിക്കുക, അത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് മാറും. പിന്നെ അപ്പം ചിലത് ഞാൻ കേട്ടതാണ്, എനിക്കത് അറിയില്ല അത് ശരിയാണോ. തേർഡ് ഇയറിനൊക്കെ ചില ചേട്ടന്മാരൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. ഗേറ്റ് അപ്പോഴാണ് അവര് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് അവര് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൊല്ലം ഹൈദരാബാദില് കോച്ചിങ്ങിന് വരുന്നത്. എപ്പോ ഞാൻ പറഞ്ഞില്ലേ, മിക്കവാറും ആൾക്കാരുടെ പ്രശ്നം ഇതാണ്. അവര് ഈ +1 +2 പഠിക്കുമ്പോഴാണോ പിന്നെ മെഡിക്കൽ സയൻസിനും എഞ്ചിനീയറിങ്ങിനും അഡ്മിഷന് വേണ്ടതെന്ന് ചോദിച്ചാൽ കേരളത്തിലെ 80% പിള്ളേർ എന്താ പറയുക, ഞാൻ ഇത് +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റിന് പോകുന്നതാണ് പറയുക. അതുപോലൊരു ട്രെൻഡാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഗേറ്റ് കോച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടല്ല ഗേറ്റ് കോച്ചിങ്ങിന് പോകേണ്ടത്. എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് പിന്നെ നീറ്റിനായാലും JEE-ക്കായാലും ചോദിക്കുന്ന ചോദ്യങ്ങൾ +1 +2 പഠിക്കുന്ന വിഷയമാണല്ലോ. അപ്പോൾ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ചോദിച്ചാൽ +1 +2 പഠിക്കുമ്പോഴാണ് അതിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുപോലെ ഗേറ്റിനും GRE-ക്കും ഒക്കെ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ പഠിക്കുന്ന സമയത്ത് തന്നെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. GRE-യുടെ സിലബസ് എടുക്കുക, ഗേറ്റിൻ്റെ സിലബസ് എടുക്കുക, എന്നിട്ട് സ്റ്റാർട്ട് ലുക്കിംഗ് അറ്റ് ഇറ്റ് ഫ്രം ടുഡേ, ഫ്രം നൗ ഓൺവേർഡ്സ്. എബ്രോഡിലേക്ക് വേണ്ടി. പക്ഷെ ഇതിനൊക്കെ കോമൺ ആയിട്ടുള്ള ഒരേ സിലബസ് ആണ്. ഓൾമോസ്റ്റ് 60 to 70% കോമൺ ആണ്. അപ്പോൾ അത് പഠിക്കുമ്പോൾ നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും, യെസ് ഐ നോ ദ സബ്ജക്റ്റ്. എഞ്ചിനീയറിംഗ് പാസ്സാവാൻ, നല്ല മാർക്ക് കിട്ടാൻ, ബിടെക് പാസ്സാവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ആൾക്കാർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരാഴ്ച പഠിച്ചാലും ബിടെക് പാസ്സാവാം, എക്സാമിനേഷൻ്റെ തലേദിവസം പഠിച്ചാലും ബിടെക്കിൻ്റെ ഒരു സബ്ജക്റ്റ് പാസ്സാവാം. പക്ഷെ അതാവരുത്. അങ്ങനെ പഠിക്കുന്ന കുട്ടികളും ചേട്ടന്മാരൊക്കെയാണ് ഗേറ്റ് ഞാൻ അവസാന വർഷം പഠിക്കാമെന്ന് പറയുന്നത്. അതുപോലെ കുറേ ഹോളിഡേയ്സ് കിട്ടും. ആ ഹോളിഡേയ്സിൽ നമ്മൾ എന്ത് പ്രോജക്റ്റ് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മുടെ സ്ട്രെങ്ത്. ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണല്ലോ. ആ പ്രൊഫഷണൽ കോഴ്സിന് നമ്മൾ ഒരു മിനിമം റിഫൈനറിയിലെങ്കിലും പോണ്ടേ. അതുപോലെ അത്തരം കെമിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എവിടെയൊക്കെ കാണാൻ പറ്റുമോ അതൊക്കെ കണ്ട് എഞ്ചിനീയറിംഗ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കിയാലേ. അതുകൊണ്ടാണ് ONGC-യിലൊക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ്, ഓയിൽ ആൻഡ് റിഫൈനറിക്ക് ബന്ധപ്പെട്ടിട്ടുള്ള എഞ്ചിനീയറിംഗ് മാത്രം അവർ ബിടെക് ആയിട്ട് തുടങ്ങിയത്. ആദ്യകാലത്തൊക്കെ കംപ്ലീറ്റ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആരെ ഡിപ്പെൻഡ് ചെയ്തതാണ്.
അക്കോർഡിംഗ് ടു യു ലൈക്ക് ഇങ്ങനെ നമ്മൾ ബിടെക് കഴിഞ്ഞിട്ട് ഒരു ബിടെക്കിനോടൊപ്പം ഇങ്ങനത്തെ എക്സാംസ് ഒക്കെ മീൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പിന്നീട് MBA എടുക്കുന്നത് വേണ്ട അല്ലെ? അതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതോ ഗേറ്റ് എക്സാംസ് എഴുതി ആ വഴി പോകുന്നതായിരിക്കോ? MBA ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അത് ഈ ഒരു ടെക്നിക്കൽ സബ്ജക്റ്റിൽ നിന്ന് നോൺ ടെക്നിക്കൽ സബ്ജക്റ്റിലേക്ക് ചാടുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ടെക്നിക്കൽ എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിച്ചു കഴിഞ്ഞിട്ടേ മാനേജ്മെന്റിലേക്ക് ചാടാവും. ഇപ്പം ഞാൻ MBA എടുത്തിട്ടുള്ള ആളാണ്. ഞാൻ PhD മാത്തമാറ്റിക്സ് കഴിഞ്ഞ് ജോലി ചെയ്ത് കുറേ വർഷം കഴിയുമ്പോഴാണ് MBA എടുക്കുന്നത്. ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ MBA എടുത്തു എന്ന് വിചാരിക്കും, എനിക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും സയൻറ്റിസ്റ്റ് ആവാൻ പറ്റുമോ? അതുകൊണ്ട് ബിടെക് കഴിഞ്ഞ ഉടനെ MBAക്ക് പോകുന്നവരാരാന്ന് ചോദിച്ചാൽ ബിടെക് ബിക്കംസ് എ ഫെയിലിയർ. ദേ ഡോണ്ട് ഗെറ്റ് ഇൻട്രസ്റ്റ് ഇൻ ടെക്നിക്കൽ സബ്ജക്റ്റ്. ടെക്നിക്കൽ സബ്ജക്റ്റിനോട് അവർക്ക് വെറുപ്പ് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ MBBS കഴിഞ്ഞിട്ടും BDS കഴിഞ്ഞിട്ടും ഒക്കെ MBAക്ക് പോകുന്നവരുണ്ട്. വൈ MBA MSW. നിങ്ങളുടെ തൊട്ടടുത്ത് പാലക്കാട് നിന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അമൃത, MSW MBAക്ക് പോകുന്നവരൊക്കെ പലരും ബിടെക് കഴിഞ്ഞിട്ടുള്ളവരാണ്. ഒരു കാലത്ത് അവിടെ 80% ഓഫ് ദ സ്റ്റുഡൻസ് വർ ഓൺലി ഫ്രം ബയോടെക്നോളജി ബിടെക്. കാരണം ബയോടെക്നോളജി കഴിഞ്ഞപ്പോൾ ഒരു ജോലിയും കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് ബയോടെക്നോളജി കഴിഞ്ഞ ഒരാൾക്ക് MTech ഇൻ ബയോടെക്നോളജി ഓപ്ഷൻ ഇല്ല. മാസ്റ്റേഴ്സിന് പോകാൻ ഒരു കോളേജിലും അഡ്മിഷൻ ഇല്ല. ദേ ഗോട്ട് സ്റ്റക്ക്. അങ്ങനെ സ്റ്റക്ക് ആകുമ്പോൾ എന്ത് ചെയ്യും? MBAക്ക് പോകും. അതുകൊണ്ട് MBA മോശമെന്നല്ല ഞാൻ പറയുന്നത്. MBA ഷുഡ് ബി തോട്ട് ഓൺലി ആഫ്റ്റർ വർക്കിംഗ് സം ടൈം. അങ്ങനെ പ്രൊഫഷണൽ എക്സിക്യൂട്ടീവ് MBA ഓപ്ഷൻസ് ഉണ്ട്, അതിനാണ് പോകേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ ICFAI എന്ന് പറയുന്ന ICFAI ചാർട്ടേഡ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ ICFAIയുടെ ICFAIയുടെ ഏറ്റവും കൂടുതൽ ചെയിൻ ഓഫ് MBA നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ICFAI യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ അവിടുത്തെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ് ആണ്. അത് നമുക്ക് MBA നല്ലതല്ല എന്ന് പറയാൻ പാടില്ല. MBA നല്ലതാണ്. MBA ആണ്, മാനേജ്മെൻ്റ് ആണ്, ബിസിനസ്സാണ് നടത്തുന്നത്. പക്ഷേ ദാറ്റ് ഈസ് ഓൺലി ആഫ്റ്റർ ടെക്നിക്കലി യു ബിക്കം സ്ട്രോങ്, വർക്ക് ഫോർ സം ടൈം, വിത്ത് ദറ്റ് എക്സ്പീരിയൻസ് യു ക്യാൻ ഗോ. അത്തരം എക്സിക്യൂട്ടീവ് MBAക്ക് നല്ല വിലയുള്ളൂ. സാധാരണ MBAക്ക് അത്രയൊന്നും വിലയില്ല. അപ്പോൾ ഇപ്പം ബിടെക് കഴിഞ്ഞപ്പോൾ പ്ലേസ്മെന്റ് കിട്ടാന്ന് ഓൺ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടിയെന്ന് വെച്ചു. അപ്പം നമ്മൾ ഗേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അതിനോടൊപ്പം കൊണ്ടുപോകാൻ പറ്റുമോ? അങ്ങനെ പല ആൾക്കാരും ഉണ്ട്. നമ്മൾ ഇത് എവിടെയെങ്കിലൊക്കെ ജോലി കിട്ടി ഈ സാധാരണ ബിടെക് കഴിഞ്ഞിട്ട് റിസൾട്ടൊക്കെ വന്ന് ജോലിയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് 5-8 മാസം കഴിയും. പ്രോജക്റ്റ് ലാസ്റ്റ് ഏതാ ചെയ്തത്, ആ നല്ല കമ്പനിയിലാണെങ്കിൽ അവർ തന്നെ അബ്സോർവ് ചെയ്യും. നമ്മളെ ലാസ്റ്റ് സെമസ്റ്റർ പ്രോജക്റ്റ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന പരിപാടി, ഇതൊക്കെ നല്ലതായിട്ട് ചെയ്യുകയാണെങ്കിൽ സംബഡി വിൽ ടു ഗെറ്റ് യു എ ജോബ്. പിന്നെ ഗേറ്റ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലി ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഇൻ ടു സാധാരണ മൾട്ടിനാഷണൽ കമ്പനികളിലൊന്നും ഗേറ്റ് ചോദിക്കില്ല. ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് MTechനോ പോകുമ്പോഴാണ് ഗേറ്റ് ആവശ്യം. അപ്പോൾ വേറെ നല്ല ജോലി കിട്ടിയാൽ എന്തിനാ ഗേറ്റ് എഴുതാൻ പോണേ? You already got a job and you are placed, you are good. On an average നമ്മുടെ പാക്കേജ് കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ഗവൺമെന്റ് കോളേജസിനാണെങ്കിൽ പോലും 7 ലക്ഷം അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഗേറ്റ് എഴുതി കഴിഞ്ഞാൽ ഒരു ഹൈക്ക് ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. That depends on the which company you are into. പക്ഷേ ഒരു എക്സാമിനേഷൻ എഴുതിയത് കൊണ്ട് ഹൈക്ക് കൊടുക്കുന്ന കമ്പനിയൊന്നും നല്ല കമ്പനി ആവില്ല. എബ്രോഡിലൊക്കെ ആണെങ്കിൽ വാട്ട് ഡു ദേ ഡു ദീസ്, ദേ വിൽ സ്പോൺസർ യു ഫോർ ഹയർ സ്റ്റഡീസ്. അപ്പം നല്ല കമ്പനികൾ, ഇപ്പം പല കമ്പനികളും, ഈവൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഇൻക്ലൂഡിങ് മിലിറ്ററി, ഇൻക്ലൂഡിങ് സിവിൽ സർവീസ്, അവരൊക്കെ ബാക്കി ഹയർ സ്റ്റഡീസിന് പറഞ്ഞു വിടും. ആഫ്റ്റർ യു ആർ എംപ്ലോയിഡ് ആൻഡ് ഐ ബിലീവ് ദാറ്റ് യു ആർ ഗോയിങ് ടു ബി വിത്ത് മൈ കമ്പനി ഫോർ ലോങ്ങർ ടൈം. അമേരിക്കയിലോ എബ്രോഡിലോ ഒന്നും നോക്കാറില്ല. ദേ മേക്ക് പീപ്പിൾ ടു കണ്ടിന്യൂ ടു സ്റ്റഡി. അപ്പോൾ അതൊക്കെ ദാറ്റ് ഈസ് ഓൺലി ആഫ്റ്റർ ദാറ്റ്. ഇഫ് പെർഫോം വെൽ യു വിൽ ഗെറ്റ് ഓപ്ഷൻസ്, ആൻഡ് ഇഫ് യു ഡോണ്ട് പെർഫോം വെൽ ഒരാഴ്ച കൊണ്ട് പിന്നെ പാക്ക് ഓഫ് ചെയ്ത് വിട്ടു പോകാനും പറയും. ഓക്കെ, ഗവൺമെൻറ് കമ്പനികളല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ള ജോലികളാണെങ്കിൽ എസ്യൂം യുവർ പെർഫോമൻസ് ഈസ് ബാഡ്,
എസ്യൂം യു ആർ വർക്കിംഗ്. നിങ്ങളൊന്നും വർക്ക് ചെയ്യുന്നത് മിക്കവാറും ആ കമ്പനിക്ക് വേണ്ടിയിട്ടാവണമെന്നില്ല. അവരുടെ സബ് കോൺട്രാക്റ്റ് വേറെ ആർക്കെങ്കിലും തരുന്ന കമ്പനികൾക്കാണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. Okay. അങ്ങനെ ആ കമ്പനിയിലെ ഏതെങ്കിലും പ്രൈം ആയിട്ടുള്ള ഒരാളുമായിട്ടാണ് നിങ്ങളുടെ ഡീലിങ്സ് എന്ന് വിചാരിക്കുക. Yeah. അയാൾ കംപ്ലയിൻറ്റ് ചെയ്തു, ഈ ഒരു കാൻഡിഡേറ്റ് ഈസ് നോട്ട് അപ്ഡേറ്റിംഗ് മീ, ദേ ആർ നോട്ട് റെസ്പോണ്ടിങ് മീ, ദേ ആർ നോട്ട് സെൻഡിങ് മെയിൽ, ദർ ഇംഗ്ലീഷ് ഈസ് ബാഡ്, ദേ ഡോണ്ട് നോ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ്, ദർ ടെക്നിക്കൽ സ്കിൽ ഈസ് ബാഡ്, ദേ ആർ നോട്ട് പെർഫോമിങ് വെൽ, അവർ ചെയ്ത പ്രോഗ്രാമിംഗ് ഒക്കെ തെറ്റാണ്, അവർ പറഞ്ഞിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ ഫെയിലിയർ ആണ് എന്ന് ഒരു കംപ്ലയിൻ്റ് അടിച്ചാൽ ആ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള 4 പേരാണെങ്കിൽ 4 പേരെയും പിറ്റേ ദിവസം പാക്ക് ചെയ്ത് പുറത്താക്കും. Okay. ദാറ്റ്സ് നോർമൽ. അപ്പോൾ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അതിനുള്ള ബെനിഫിറ്റ് കിട്ടുന്നത് പോലെ പെർഫോം ചെയ്യാത്തപ്പോൾ പണിഷ്മെൻറ്റും സാധാരണ പ്രൈവറ്റ് കമ്പനികളിൽ പതിവാണ്. Okay. Yes, doctor. അപ്പം ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് കണ്ടന്റ് സ്റ്റഡി മാത്രമല്ല വേണ്ടത്. യു ഷുഡ് ഓൾസോ നോ ദ നാക്ക് ഓഫ് ടോക്കിംഗ് ടു പീപ്പിൾ, നോ അണ്ടർസ്റ്റാൻഡിങ്, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ നല്ലപോലെ പഠിക്കണം. Okay. അത് മിക്കവാറും കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെ 4 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ദേ ഡോണ്ട് ഈവൻ നോ ഹൗ ടു ഇൻട്രൊഡ്യൂസ്, ദേ ഡോണ്ട് നോ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ്. ഈ അപാകതകളൊക്കെ പലപ്പോഴും കാണാറുണ്ട്. Okay. ഇപ്പം മോള് സൗദിയിലൊക്കെ പഠിച്ചതുകൊണ്ട് പ്രോബബ്ലി യു ഹാവ് എ ബെറ്റർ ഇംഗ്ലീഷ്, പ്രോബബ്ലി യു നോ ഹൗ ടു ടോക്ക് ടു പീപ്പിൾ. ആ ഗ്രൂപ്പിൽ പെട്ടവരൊന്നും ആവില്ല എഞ്ചിനീയറിംഗ് കോളേജിൽ കൂടെ കാണുന്നവർ. എനിക്കൊക്കെ വരുന്ന ചില മെസ്സേജുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് എഞ്ചിനീയറിങ്ങിന് പോകാണ്ടിരിക്കാൻ നല്ലതെന്ന് തോന്നുന്നു. ഇറ്റ്സ് സോ പാത്തറ്റിക്, റൈറ്റ്? Yeah. അപ്പം അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ പെടുമ്പം ദർ ഈസ് ഓൾ ചാൻസ് യു ക്യാൻ ഓൾസോ ഗെറ്റ് ഡൈലൂട്ടഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 കൊല്ലം കഴിയുമ്പോൾ ഈ മോളാവില്ല ചിലപ്പോൾ. Yeah. Okay. പിന്നെ ഡോക്ടർ DC തൃശ്ശൂർ എന്ന് പറയുമ്പോൾ അതൊരു അങ്ങനത്തെ കുട്ടികളായിരിക്കുമല്ലോ വരിക എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ല, മിക്കവാറും മെറിറ്റുള്ള കുട്ടികളാണ് GEC തൃശ്ശൂരൊക്കെ വരിക. ബിക്കോസ് അവിടെ പേയ്മെന്റ് ഫീസ് ഒന്നും ഇല്ല. ദാറ്റ് ഈസ് ഗുഡ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജും യൂണിവേഴ്സിറ്റിയൊക്കെ പ്രിഫറൻസ് പറയുന്നത്. അതുകൊണ്ടാണ് എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഇറ്റ്സ് നോട്ട് പെയ്ഡ് സീറ്റ്. അതൊന്നും അല്ലാത്തത് കൊണ്ട് യു ഗെറ്റ് മെറിറ്റോറിയസ് ചിൽഡ്രൻ. പക്ഷേ അതിൽ വരുന്ന സാധാരണ എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലൊക്കെ ഞാൻ ഇൻഡക്ഷൻ ട്രെയിനിങ്ങിന് പോയ സമയത്ത് ഞാൻ ആദ്യം ചോദിക്കാറില്ല എത്ര പേര് അൺഹാപ്പി ആണെന്ന്. അതിലൊരു 60% അൺഹാപ്പി സ്റ്റുഡൻസ് ആവും. അതെന്താ കാരണം എന്ന് വെച്ചാൽ ദേ വർ ട്രൈയിങ് ഫോർ മെഡിസിൻ, ദേ കുഡ്ന്റ് ഗെറ്റ് ഇറ്റ്. അപ്പോൾ അങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് അൺഹാപ്പി ആയിട്ട് പാരലലി പ്രിപ്പയർ ചെയ്യുന്ന ചുരുങ്ങിയ ഒരു 50% ഗ്രൂപ്പിനെ കാണാറുണ്ട്. ആ ഗ്രൂപ്പ് എന്ത് ചെയ്യും? ദേ വോണ്ട് സ്റ്റഡി വെൽ, ദേ ഡോണ്ട് ഡു വെൽ ഇൻ എക്സാംസ്, ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല. അതൊക്കെ കഴിയുമ്പോഴാണ് പിന്നെ ആലോചിക്കുക, ഓൾറെഡി ഒരു 2 പ്രാവശ്യം തോറ്റു കഴിഞ്ഞാൽ പിന്നെ അതൊരു പതിവാവും. പിന്നെ ദാറ്റ് ദേ ഗെറ്റ് യൂസ് ടു ദാറ്റ്. അതുകൊണ്ട് അത് മാത്രമല്ല, പലർക്കും എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് 2 വർഷം കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തു, നൗ ലെറ്റ് മീ റിലാക്സ് ആൻഡ് എൻജോയ്, അങ്ങനെയുള്ള കുറേ പേരെ കാണും. അതുകൊണ്ട് ഈ മോള് കുറച്ചും കൂടി നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ബി സീരിയസ്. ഓക്കെ, സീരിയസ് എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതെ അതെ. പിന്നെ വീട്ടിൽ നിന്ന് പോയിട്ട് വരുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്തായാലും മോക്കുണ്ടാവും. പിന്നെ അതെ, പിന്നെ എപ്പോൾ വേണമെങ്കിലും ഈ നമ്പറുണ്ട്, ജസ്റ്റ് സെൻഡ് എ വാട്സ്ആപ്പ് ടു മീ, സെൻഡ് എ മെസ്സേജ് ടു മീ, ബി ഇൻ കോൺടാക്ട്. ഓക്കെ, നല്ല ഇന്റേൺഷിപ്പും നല്ല പ്രോജക്റ്റും, ഇതാണ് സക്സസ് ഫോർ എൻ എഞ്ചിനീയർ. ടു ബിക്കം എ പ്രൊഫഷണൽ, ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് കിട്ടണമെങ്കിൽ യു മസ്റ്റ് മേക്ക് യുവർ കരിയർ കുറച്ചും കൂടി നന്നാക്കണം എന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ള എക്സ്ട്രാ കോഴ്സുകളൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ടാവും. അത് ചെയ്തുകൊണ്ടിരിക്കുക.